ഇന്റർവ്യൂ ചെയ്യാനിരിക്കണ പോലെ അല്ലേ? ആൾക്കാര് വരലാണ്. പുതിയേട്ടാ പറയൂ. നിങ്ങള് LKG 1ാം ക്ലാസ്, നമ്മുടെ കാലത്തൊക്കെ 1ാം ക്ലാസ് അല്ലേ? ആക്കെ പഠിച്ചത് എവിടെ? കുറ്റിപ്പാല. SVJBS കുറ്റിപ്പാല, സരസ്വതി വിലാസൻ ജൂനിയർ ബേസിക് സ്കൂൾ കുറ്റിപ്പാല. അതെവിടെ? എങ്ങനെ കുറ്റിപ്പാല? അത് കൂനമുച്ചി റോഡിന്. രണ്ടാൾക്കാരെത്തി. ഫാനൊന്നും ഓഫ് ചെയ്തല്ലോ. ഇനി കോപ്പിറൈറ്റിനൊന്നും തരില്ല കേട്ടോ. ഹായ്. ഇപ്പൊ രണ്ടാൾക്കാര് മാത്രമാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടായിരിക്കും. ഈ പേജിൽ ആദ്യമാണ്. ഹായ്, ഞാനും എടപ്പാളുകാരനാണെന്ന്. ശ്രീകുമാർ എടപ്പാളാണോ? ഞങ്ങള് രണ്ടുപേരും എടപ്പാളാണ് അല്ലേ? അപ്പൊ നമ്മള് 3 പേര് എടപ്പാളുകാരായി. അതെ 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 അതെ. ശ്രീകുമാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? ഞങ്ങളുടെ പുതിയ വീഡിയോ കണ്ടായിരുന്നോ? ഇന്ന് ലൈവ് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ലൈവില് വന്നതാണ്. ഇപ്പോൾ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു അല്ലെ? ഓക്കെ, വെരി ഗുഡ്, നന്നായിരിക്കട്ടെ. ഹായ്, സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹാരിസ് ഉമ്മർ. അതെ, സുഖമാണ്. എന്തൊക്കെ വിശേഷങ്ങള്? ഹാരിസ് ഉമ്മർ എന്ന് ഞാൻ വിളിക്കുമ്പോ ഒന്നും തോന്നരുത്. ചിലപ്പോ നമുക്ക് അറിയില്ലല്ലോ എത്ര പ്രായം, അല്ലെങ്കിൽ എത്ര കുറഞ്ഞ കുട്ടിയാണ്, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്നാലും പേര് വിളിക്കുക എന്നുള്ളത് തന്നെയാണ് സ്റ്റാൻഡേർഡ്. അതെ, തീർച്ചയായിട്ടും. കുറച്ചും കൂടി നമ്മളെ കാണാൻ പറ്റുന്നില്ലേ? ഇതിങ്ങനെ ചെരിച്ചു വെക്കണം, അപ്പോഴാണ് കറക്റ്റ് ഫിഗർ. ഓക്കെ, ഞങ്ങൾ ഇന്ന് നമ്മുടെ പുതിയ ട്രോജൻസ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഇന്നൊരു കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുതൽക്ക് നമ്മളുടെ മറ്റു ഫേസ്ബുക്ക് പേജുകളെ പോലെ ട്രോജൻസിലും നമ്മളെ കണ്ടന്റുകൾ വരും. ഇപ്പൊ നിലവിൽ നമുക്ക് ടീം മാംഗോ ചില്ലിയും ടീം ഓറഞ്ചും ട്രോജൻസും അല്ലെ, പിന്നെ നമ്മുടെ എന്താണ് നമ്മളൊരു ഒരു പേജ് പോയില്ല നമ്മുടെ രണ്ടുപേരുടെയും. മാംഗോ ചില്ലി അല്ലേ? മാംഗോ ചില്ലി അല്ലാന്നേ. മാംഗോ ചില്ലി, മീരാസ് വേൾഡ്, ടീം ഓറഞ്ച്, വൈറൽ കട്ട്സ് വൈറൽ കട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ട്രോജൻസ്, ടീം മാംഗോ ചില്ലി. കൊപ്പി സന്തുവാ. എവിടെയാണ് വീട്? അല്ല, എവിടെയാണ് സ്ഥലം? അഷ്റഫ് അറക്കൽ. ഞങ്ങൾ എടപ്പാൾ. അക്കിത്തം മനയുടെ അടുത്താണോ പ്രതിഭേട്ടന്റെ വീട്? അല്ല, അക്കിത്തമ്മനയുടെ മുന്നിലൂടെയാണ് ഞാൻ കുമരനെല്ലൂർ ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ പോയിരുന്നത്. മഹാകവി അക്കിത്തത്തിന്റെ വീടിന് മുന്നിലൂടെ. എടപ്പാളല്ലല്ലോ അത് അമേറ്റിക്കരയല്ലേ? അത് പാലക്കാട് ജില്ലയും കൂടിയാണ്. പാലക്കാട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറാണ്. ആരാ? ആരും കാണുന്നില്ല. അതെ അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൽ ലൈവ് വരുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ആളുകൾ കുറഞ്ഞിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് അല്ലെ പ്രതിഭേട്ട? അതെ അതെ അതെ. അപ്പൊ ഞങ്ങള് വലിയൊരു സന്തോഷമായിട്ടാണ് ഇന്ന് ശരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ അധികം ആയിട്ടില്ല, രണ്ടുപേരും കൂടി ഇങ്ങനെ പേരായിട്ട് അഭിനയിക്കല് അല്ലെ? 8-9 മാസമായി അത്രേ ആയിട്ടുള്ളൂ. അപ്പോ ഞങ്ങളെ സ്വീകരിച്ച നിങ്ങളോടുള്ള ആ ഒരു നന്ദിയും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷ പ്രകാരമാണ് ഞങ്ങള് പുതിയ പുതിയ മഹിൻ രാജ ചാനലും ഒക്കെ. മഹിൻ രാജയാണോ മാഹിൻ രാജയാണോ എന്നുള്ളത് അറിയില്ല, എന്തായാലും രാജാവാണെന്ന് മനസ്സിലായി. ഹായ്, സന്തോഷം. എല്ലാരും ചായ കുടിച്ചോ? നമ്മളിന്ന് ഷൂട്ടാണ്. ഷൂട്ടിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് ഇട്ടിട്ട് പ്രതിഭേട്ടനെയും കൂട്ടിയിട്ട് ഈ ഒരു ലൈവ്. അഷ്റഫ്, ഹായ് അഷ്റഫ്. തീയത്തൈ, ഹായ് അഷ്റഫ് ക. അവിടെ ഒരു ബീവറേജ് ഇല്ലയോ കുറ്റിപ്പുഴ? ഇല്ല, അതൊക്കെ എത്ര വർഷങ്ങളായി അവിടുന്ന് എടുത്തു മാറ്റി. അതിപ്പോ ഇവിടെയാണ്, കണ്ടനാട്ടാണ്. ഞങ്ങൾക്കതറിയില്ല, ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകാറില്ല. റുബീന നജീബ്, ഹായ് റുബീന.
അതുപോലെ തന്നെ ഒരു ഷീല അജി. ഹായ്. അപ്പോ നിങ്ങൾക്ക് തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പേജില് നമ്മളിപ്പോ ഈ ലൈവ് വന്നിട്ടുള്ള ഈ പേജില് ഞങ്ങളുടെ വീഡിയോസ് ഉണ്ടായിരിക്കും, മറ്റ് എന്റർടൈൻമെന്റുകൾ ഉണ്ടായിരിക്കും. എല്ലാം ആസ്വദിക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത്താടെ പേര് പറയാമോ എന്ന് റുബീന നജീബ് ചോദിച്ചിട്ടുണ്ട്. എന്റെ പേര് റസിയ. പ്രതിവേട്ടാ, ഞാൻ അവരുടെ ഒരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. ക്ലബ് 6 കോഴിക്കോട് നിന്ന് നിങ്ങൾക്ക് 2 പേർക്കും നമസ്കാരം. തീർച്ചയായിട്ടും നമസ്കാരം. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ? ഇത് ചോദിക്കാത്ത എന്താന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. എല്ലാ പ്രാവശ്യവും ആ ചോദ്യം ഉണ്ടാവാറുണ്ട്. അഷഫ്കയാണ് ചോദിച്ചിട്ടുള്ളത്. അഷഫ്ക, ഞങ്ങള് ഹസ്ബൻഡും വൈഫും അല്ല, വീഡിയോസിൽ അങ്ങനെ അഭിനയിക്കുന്നു എന്ന് മാത്രം. അഷ്റഫ് ഖാനോടൊരു ചോദ്യം. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അഷ്റഫ് ഖാൻ, നിങ്ങള് പിന്നെ മറിമായത്തിലെ ആളുകളോട് പോയിട്ട് ഭാര്യയും ഭർത്താവോന്നും ചോദിക്കോ? മറിമായവും അതുപോലെ തന്നെ ഉപ്പും മുളകും അതുപോലെ തന്നെ പല പ്രോഗ്രാംസും ഇല്ലേ, അങ്ങനെ ഒരു പ്രോഗ്രാം അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്യുന്നല്ലോ, അതുപോലെയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എന്താ പറയുന്നത്? ഹായ് റുബീന. ഹായ് നിയാസ്. എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞോട്ടെ, ഇനി നാണം കിട്ട് പറയരുതട്ടോ. നല്ലോണം ഫോണിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ആലോചിച്ചോ. ഒക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. വേണ്ട, അത് വേണ്ട. അല്ലാതെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല, കിടന്നോട്ടെ. അല്ലാതെ അവര് പറയട്ടെ, മറുപടി പറയട്ടെ. ഞങ്ങളുടെ പിറകില് ഒരു ഫോട്ടോ കാണുന്നുണ്ട്, ഒരു കുട്ടി കമിഴ്ന്ന് കിടക്കുന്ന. അത് ആരുടെ ടാസ്ക് കൊടുക്കും? അതെ, അത് ആരാണ്, ഏത് കുട്ടിയാണ് എന്നുള്ളത് പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. സത്യം പറ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? റീന ഹാരിസ്. ഏത് സ്കൂളിലാ വർക്ക്? ഞാൻ സ്കൂളിലല്ല വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പാരലൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് നിർത്തിയിട്ട് ഒരു 3 വർഷത്തിലധികമായി. ഞങ്ങള് വിടില്ല. സ്കൂളിലല്ല. അപ്പോഴേ നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഫോട്ടോയിലുള്ള ആ കുട്ടി, അത് ഏത് കുട്ടിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ കാണുന്ന കുട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ചിലപ്പോ ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ധൈര്യത്തോടെ കാണിക്കാം. ആ കുട്ടി ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? അത് ആൻസർ പറയുന്ന ആൾക്ക് ഗിഫ്റ്റ് ഉണ്ട്. സത്യം പറ, നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ? റുബീന നജീബ്. പ്രദീപേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രദീപേട്ടനാണോ? ഞാൻ പ്രദീപേട്ടനാണെന്നുള്ളത് ഞാൻ പ്രദീപാണ്. റഷ്യ ചേച്ചിക്ക് വേറെ എന്തെങ്കിലും ജോബ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. ഇല്ല. അഭിനയിക്കുക, ഡബ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ്. ഇന്റർവ്യൂ ചെയ്യുക, അതൊക്കെ തന്നെയാണ് ജോബ്. റസിയ അല്ലേ? അതെ, റസിയയാണ്. ആളില്ല അല്ലെ ലൈവില്? 16 പേരാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ സമയം കൊണ്ട് മറ്റേ ടീം ഓറഞ്ചിലൊക്കെ ടീം മാംഗോച്ചിലേക്ക് പേര് വരും നമ്മളോട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സമാധാനമുണ്ട്, വായിച്ച് അവർക്ക് മറുപടി എടുക്കാനുള്ള സമയമുണ്ട്. മറ്റേ നമുക്ക് വായിക്കാൻ പറ്റില്ല. രാജ്മോഹൻ രാഘവൻ. ഹായ് രാജീവ്. ഹായ്. ഏട്ടനാണോന്ന് അറിയില്ല, ആരാണോന്നും മനസ്സിലാവുന്നില്ല. ഷിജു ഹായ്. ആള് കൂടുന്നുണ്ട്, 19 ആൾക്കാരായി. എന്തായാലും ജെബീസ്. ഹായ് ജെബീസ്. നിങ്ങൾ ഏതൊക്കെ ജില്ലയിൽ നിന്നാണ് ഞങ്ങളോട് ലൈവിലിരിക്കുന്നത് എന്നൊന്ന് പറയോ? ഞങ്ങളുടെ വീഡിയോസ് ഏതൊക്കെ ജില്ലക്കാര് കാണുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആകാംക്ഷ കൊണ്ടാണ്. അതെ അതെ. നിങ്ങൾ എവിടെ നിന്നാണ് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഏത് ജില്ലക്കാരാണ്? ആ സ്ഥലപ്പേര് ഒന്ന്. അതെ അതെ. സ്ഥലപ്പേര് മീൻസ് ഷിജു KG ഓറഞ്ച് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഓറഞ്ച് മീഡിയ കഴിഞ്ഞ 10-17 വർഷമായിട്ട് പാട്ടും സിനിമയും വെബ് സീരീസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസും മനോഹരമാണ്. ഉയരങ്ങളിലെത്തിട്ട്
നിങ്ങളുടെ നാവ് ചായ പൊന്നാവട്ടെ. ചായ കുടിച്ചില്ല. സത്യം പറഞ്ഞ ഇവിടെ ഗ്യാസ് തീർന്നിരിക്കുക. അപ്പൊ അതുകൊണ്ടൊന്ന് ഗ്യാസ് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ചായ ഇവിടെ കിട്ടില്ലേ? കിട്ടാൻ പുറത്തു പോയാൽ കിട്ടും ചായ. സന്ധ്യേ ഫോട്ടോ റസിയാന്റെ അല്ലേ? നിങ്ങൾ ശരിക്കും നോക്കി നോക്കൂ ആരുടെ ഫോട്ടോ ആണെന്ന്. രാജ്മോഹൻ പറയുന്നുണ്ട് കുവൈറ്റിൽ നിന്നാണെന്ന്. കോഴിക്കോട് വാച്ചിങ് ഫ്രം കുവൈറ്റ്, ചാത്തമംഗലം, കോഴിക്കോട്. നിങ്ങളുടെ രണ്ടുപേരുടെ അഭിനയമാണ്, നല്ല അഭിനയമാണ്. ജോഫിൻ താങ്ക് യു. മുംബൈയിൽ നിന്നാണ് ലത നായർ. ചേച്ചി നമ്മള് അതില് വരുന്ന ലത ചേച്ചിയല്ലേ ടീം ഓറഞ്ചിലും മെങ്കോച്ചിലൊക്കെ വരുന്ന? പ്രതിഭേട്ടൻ ഇല്ല, ഞാൻ അലിവാഷയുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് മനസ്സിലായി. വിസ്ഡം അല്ലേ ഉദ്ദേശിച്ചത്? ഇല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് വിസ്ഡം അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ വിസ്ഡത്തിൽ പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും പുള്ളി ചെയ്തിട്ടില്ല. മലപ്പുറത്തുനിന്ന് ഇർഷാദ് TP, മലപ്പുറത്തുനിന്നാണ് അല്ലേ? ഓക്കെ ഓക്കെ. നജീബ് എറണാകുളം കളമശ്ശേരി. ഓക്കെ. നജീബല്ല, റുബീനെ. അയ്യോ സോറി, ഞാൻ ലാസ്റ്റത്തെ നജീബ് എന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. മലപ്പുറം. ഓക്കെ. ഞങ്ങളോട് വേറെ എന്തെങ്കിലും? തൃശ്ശൂർ. അപ്പൊ മലപ്പുറം, തൃശ്ശൂര്, എന്നിട്ട് മലപ്പുറം, തൃശ്ശൂര്, എറണാകുളം, മുംബൈ. ഓക്കെ. അഷ്റഫ് ഖാൻ അറക്കൽ ഫ്രം തൃശ്ശൂർ സിറ്റി. ഓക്കെ ഓക്കെ. ഫൈസൽ, ഹലോ ഫൈസൽ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പേജിനെ ഇതില് ഏത് ഞങ്ങളുടെ വീഡിയോസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള പേജുകൾ അംഗീകരിച്ച അത് നിറ കൈകളോടെ സ്വീകരിച്ച നിങ്ങൾക്ക് മുൻപില് ഈ ഒരു പേജ് കൂടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് വെക്കണം. ഡെയിലി നിങ്ങൾക്ക് കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. ഫൈസൽ സൂപ്പർ, താങ്ക് യു. ഷമീർ താങ്ക് യു, കണ്ണൂരിൽ നിന്നാണല്ലേ. പിന്നെ മഹിൻ രാജ ആലപ്പുഴ. ഐ ആം ലത നായർ ഫ്രം നേവി മുംബൈ. ഓക്കെ ഓക്കെ, മുംബൈ നിന്നാണല്ലേ. താങ്ക് യു ലത ചേച്ചി. ഖദീജ മഞ്ചേരിയിൽ നിന്ന് ഖദീജ ഉണ്ട്. ഓക്കെയാ? ഷമീർ കണ്ണൂർ. ഷമീറെ, ഈ കണ്ണൂര് എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. എനിക്ക് എന്താ അറിയില്ല, കണ്ണൂർ സ്ലാങ് ഭയങ്കര ഇഷ്ടമാണ്. ഓ, എനിക്കത് മനസ്സിലാവുക പോലും. എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഭയങ്കര സ്വീറ്റ് ആണ്. നമുക്ക് കണ്ണൂരുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. നമ്മുടെ ഓറഞ്ച് മീഡിയക്ക് സാറിന്റെ പഴയ ലൈഫൊക്കെ കണ്ണൂരാണെന്ന് സാർ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളും കണ്ണൂരിലെ പല ഭാഗങ്ങളെ കുറിച്ചുള്ള കഥകൾ കേൾക്കാറുണ്ട്. സാജിദ് കുഴി സൂപ്പർ. കുസി. വേറെ ആരോ പറയുന്നുണ്ട് നാട്ടില് ഭയങ്കര മഴയും ഇവിടെ കുവൈറ്റിൽ ഒടുക്കത്തെ ചൂടാണ്. കുറച്ച് കൊണ്ടേക്കോ, ഇവിടെ മനുഷ്യൻ ഇടങ്ങറായിട്ടിരിക്കുക. പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തില്ല, ഡ്രസ് ഉണങ്ങണില്ല, കറണ്ട് ഇല്ല, ഫോണില് ചാർജ് ഇല്ല. അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളിലാണ് ഇപ്പൊ ഞങ്ങള് മലപ്പുറം പാലക്കാട് സൈഡിലുള്ള ആൾക്കാരല്ലേ. ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും. റീന ഹരീഷ് ഷൊർണൂർ. നമ്മളെ തൊട്ടടുത്താണല്ലോ. ഭാവുകങ്ങൾ നേരുന്നു KT സലീം തലശ്ശേരി. താങ്ക് യു KT സലീമേ, താങ്ക് യു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ഇനിയും ഞങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്കിടയിലോട്ട് വരാം. ഒരു ഇച്ചിരി കുസൃതിയും ക്വസ്റ്റ്യൻ ആൻസറിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ലൈവ് ടൈമുകൾ നല്ല രസകരമാക്കാം അല്ലെ. അപ്പോ പ്രതിഭേട്ട അടുത്ത ലൈവിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ, ഒരു മാഷ് എന്ന നിലക്ക് ജഹൻ ചോദിക്കുന്നുണ്ട്, ഷാജിക്ക എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഷാജിക്ക ഇന്നലെ കുവൈറ്റിലോട്ട് പോയി, ഇവിടെ ഇല്ല. അബ്ദുൽ ഹമീദ് കായൽപട്ടണം, തമിഴ്നാട്. ഓക്കെ, സന്തോഷം. അപ്പൊ പ്രതിഭേട്ട ഒരു ചോദ്യം ഇവരോട് ചോദിക്കൂ. എന്നിട്ട് ചോദിക്കൂ. അടുത്ത ലൈവിൽ ഞങ്ങൾ വരുമ്പോ അതിന്റെ ആൻസർ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ ഒരു ചോദ്യം ചെയ്തോളൂ. ചോദ്യം ചെയ്യണം, പെട്ടെന്ന് കിട്ടും. എന്ത് മാഷ, ഞാനതിന് സ്റ്റുഡന്റ് അല്ലേ, മാഷായിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കാം, ചോദ്യം നീ പറഞ്ഞാ എന്തിനെ പറ്റിയപ്പോ ചോദിക്കാം?
എന്ത് ചോദ്യം ചോദിക്കുക? അതന്നെ പ്രശ്നം. അബ്ദുൽ ഹമീദ്. തമിഴ്നാട്. ഓക്കെ. ഇതിലാരും ഇല്ല. അപ്പൊ നമുക്ക് ലൈവ് മെല്ലെ നിർത്താം അല്ലെ? പ്രതിപേട്ട മഴ സംബന്ധമായ ശാരീരിക അസ്വസ്ഥതകൾ. ശരി, കറക്റ്റ്. 2 ദിവസം ഞാൻ പനി പിടിച്ച് ഭയങ്കര അസ്വസ്ഥതയിലായിരുന്നു. ഇന്നിപ്പോ പനിയൊക്കെ മാറി. ഷാജിഖാനെ രാവിലെ കണ്ടിരുന്നല്ലോ എന്ന് ലിയാന അമ്രാസ് പറഞ്ഞിട്ടുണ്ട്. ആ ലിയാന അമ്രാസ് ഷാജിക്ക് 12 മണിയുടെ ഫ്ലൈറ്റിനാണ് പോയത്. ചിലപ്പോ രാവിലെ കുട്ടി കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ പുള്ളിക്ക് ഒരു ബിസിനസ് മീറ്റ് ഉണ്ട്, അതിന് പോയിരിക്കാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും സംസാരം ഏറ്റവും കൂടുതൽ ഇഷ്ടം. താങ്ക് യു. ഹംഷാദ് ഹാഷിർ, ഉണ്ണികൃഷ്ണൻ VK, ഹായ്. സന്തോഷം ഹാഷിർ. ഉണ്ണികൃഷ്ണൻ ചോദ്യം ചോദിക്കുക. ഒന്നും ചോദിക്കാനില്ല. ഇതെന്ത് ഭാഷ അത്? വെറുതെ ഞാൻ തന്നെ ഇങ്ങനെ ചിത്താറുള്ളത് റീൽസിലൊക്കെ. എന്തായാലും ഷൂട്ടിന്റെ കാര്യം പറയുമ്പോ ഒരു കാര്യം ഓർമ്മ വരും. എന്തായാലും സൂപ്പർ ആക്ടറാണ്. എവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേട്ടാ. ഫൈസൽ. അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ സൗകര്യമില്ല. ചോദ്യം എവിടെ സ്ഥലം? മണ്ണാർക്കാടാണ്. എവിടെയാ മണ്ണാർമല സ്ഥലം? ഞങ്ങക്ക് അറിയില്ലല്ലോ. ലിയാന അമ്രാസ്. ഉച്ചക്ക് ഫ്ലൈറ്റിൽ പോയില്ല എന്ന് കുട്ടിയോട് ആരാ പറഞ്ഞത്? ചോദ്യം ഇല്ലേ? ലിയാന അമ്രാസ് ഉച്ചക്ക് ഫ്ലൈറ്റിൽ പോവില്ലല്ലോ എന്ന് കുട്ടിയോട് ആരാ പറഞ്ഞത്? കുട്ടി ഫ്ലൈറ്റിന്റെ ഇതൊക്കെ കുട്ടിയുടെ കയ്യിലാണോ ഇരിക്കുന്നത്? എന്നെ കുഴക്കാൻ വേണ്ടി വന്നതാണ് അല്ലേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്? ചോദ്യം ചോദിക്കണം. ചോദിക്കേ. നിങ്ങൾ എന്ത് മാഷ? ലിയാന അമ്രാസ് ഒരു ചോദ്യം പറഞ്ഞു തരൂ, ഞാനത് ചോദിക്കാം. നിങ്ങൾ നോണ പറയല്ലേ. ലിയാന, നിന്റെ ബ്രദറിന്റെ പേര് നിഹാദ് എന്നാണോ? നിന്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു. നിഹാദ്. ഹായ്, സൂപ്പർ പ്രോഗ്രാം രാജി. താങ്ക് യു രാജി. സൂപ്പർ പ്രോഗ്രാം. ഞങ്ങളുടെ കുട്ടീനെ ഞങ്ങളുടെ ചട്ടീനെ നിങ്ങൾ കണ്ടോ? ഞങ്ങളുടെ ചട്ടി ഇങ്ങനെയല്ലേ? അതെ. നിങ്ങൾ കൊല്ലം ഭാഗത്തേക്ക് വരുമോ എന്ന് ചോദിക്കണ്ട് കേട്ടോ. ഞങ്ങൾ വരുമ്പോ ലൈവിൽ ഇടാം കേട്ടോ. ഞങ്ങളിപ്പോ ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയാറില്ലേ, അതുപോലെ പറയാം. അപ്പൊ നൂഹ, നമ്മുടെ ട്രോജൻസിലെ പ്രേക്ഷകരാണ്. നിനക്ക് സുഖാണോ എന്ന് എന്നോട് ചോദിക്കാണ് അവര്. സുഖാണ്. ഹലോ, വാട്സ്ആപ്പ്. ആബിദ് കളത്ര. ആബിദ്, സന്തോഷായിരിക്കുന്നു. നിങ്ങൾക്ക് മംഗ്ലീഷ് വായിക്കാൻ അറിയില്ലാത്തത് എന്റെ തെറ്റല്ല. ഓ സോറി. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കാം. തീർച്ചയായിട്ടും ചോദിക്കൂ. ചോദിക്കൂ. ആ മഹിൻ രാജ ഹായ് മോനു എന്ന് പറയണ്ടോ? ഹായ് കൊടുത്തേ. ഹായ്. ജാഫർ, നിങ്ങൾ രണ്ടുപേരും കോമഡി നല്ല രസമാണ് കണ്ടിരിക്കാൻ. താങ്ക് യു. വിളക്കുമാടത്തിൽ. ഹായ്, നല്ല പേരാണല്ലോ ജാഫർ കാ. അതെ, ജാഫർ വിളക്കുമാടത്തിൽ. വിളക്കുമാടം. ഈ പ്രതിഭേട്ടന്റെ കോമഡികള് ചിലതൊക്കെ എനിക്ക് ചിലതൊക്കെ ഇവര് ശരിക്കും ഉപ്പ് മോനും പോലെയാണ് ലൊക്കേഷനിലൊക്കെ. അതുകൊണ്ട് ചെക്കൻ ഇച്ചിരി ഓവറാണെന്നൊക്കെ 2 ദിവസമായിട്ടൊരു അഭിപ്രായം ഉണ്ട് പ്രതിഭേട്ട. കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ് ചെക്കനിക്ക്. എന്താ പറയാ, ഞാൻ ആലപ്പുഴയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. കൊല്ലം ഭാഗത്തേക്ക് വരുമ്പോൾ വരാറുണ്ട്. ഈ ജർമ്മൻ പാട്ട്, ചൈന പാട്സ് എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെ ചൈന പാട്സ്. ഈ അല്ല പ്രതിഭേട്ടൻ ഇടക്കിടക്ക് വയ്യണ്ടാവും. ജാഫർ സാദിഖ്, നിങ്ങൾ ഹസ്സാണോ? അല്ല, ഞാൻ സിംഗിളാണ്. മിങ്കിളാവണില്ല എത്ര. എങ്ങനെ ആവുക? കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെ? കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെ? പ്രതിഭേട്ടന്റെ വൈഫ് എവിടെ? ഞാനിവിടെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് അത് രണ്ടാമത് ചോദിക്കണോ? ഞാനല്ല ഇവിടെ ഇരിക്കണത്. നീ അവിടെ ഇരുന്നോ? അവര് ചോദിക്കണ എന്റെ വൈഫിനെ പറ്റിയിട്ടാ. ഞാനല്ലേ? ഞാൻ പ്രതിഭേട്ടൻ ഫാൻസ് ആണ്. അംഷാദെ, ശരിയായില്ല. ആ ഡയലോഗ് ശരിയായില്ല.
പ്രദീപേട്ട ചോദ്യം ഇതാണ് കേട്ടോ. കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെ? നോ ഐഡിയ. അല്ല, ഇത് അവരോട് പറയാനുള്ളതാ. കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നമ്മുടെ ചോദിച്ചിരിക്കുന്നു. അതെ അതെ. അപ്പോ അത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ലൈവില് വരുമ്പോ ഞങ്ങളോട് പറയണം കേട്ടോ. കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെ? നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണോ? നിനക്ക് എന്താ പ്രതിവേട്ടനെ കല്യാണം കഴിക്കണോ? ലിയാനക്കുട്ടി പാവാണ്. ലിയാന അംറാസ് പാവാണ്. ലിയാന PM-ല് വന്നോളൂ. നല്ല അഭിനയം രണ്ടുപേരുടെ. ബഷീർ TP, സുധീർ റെഡി റെഡി റെഡി. ആകെ സുധീറിന് അറിയാവുന്നൊരു കാര്യം അതാണ്. റെഡി റെഡി റെഡി. നമ്മളെ പ്രക്ലൊന്നും ഇതില് വരില്ല അല്ലേ? ഇല്ല, പ്രക്ലു കഴിഞ്ഞ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളില്ലാത്ത കാരണം അവനങ്ങടെ ആക്റ്റീവ് ആയിട്ടില്ല. പിന്നെ ഒരുപാട് ആൾക്കാരാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. മാനേജ് ചെയ്യാൻ പറ്റണ്ട ഒറ്റയ്ക്ക്. അപ്പൊ നിർത്താം. അതെ. അപ്പൊ ആ ചോദ്യം കണക്കിലെ 2 ശരീരഭാഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതിന് ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ ലൈവ് വരുമ്പോ ഓക്കെ. സന്തോഷം. സുധീർ ഓക്കെ.